യാത്ര ചെയ്തയാൾ ഇന്നലെ ജീവിച്ച പോലെ അല്ല നാളെ ജീവിക്കാൻ പോകുന്നത്. അവന്റെ സ്വപ്നങ്ങൾ മാറുകയാണ്, അവന് സൊല്യൂഷൻസ് കയ്യിലേക്ക് കിട്ടുകയാണ്. ഇന്നലെ വരെ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാത്രമായിരുന്നു നിങ്ങൾ കണ്ടതെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് 1000 സൊല്യൂഷൻസ് ഉണ്ടാവുകയാണ്. ജീവിതത്തിന്റെ പുതിയ അർത്ഥങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണ്. അതാണ് എല്ലാ യാത്രികരും പിന്നീട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളെ മാറിയത്. സലാം ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാലിലെ യാത്രാ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൊടൈക്കനാലിലെ ചില സ്പോട്ടുകൾ, ഒരു ഇമ്പോർട്ടൻറ്റ് സ്പോട്ടുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ പോകുന്ന വഴിയിലൂടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ വണ്ടി നിർത്തി പോകുന്നതായിരിക്കും, എൻജോയ് ചെയ്ത് പോവാം. പിന്നെ പോകുന്നതിന് മുന്നായിട്ട് ഗെറ്റ് ഇ പാസ് എടുക്കാൻ മറക്കരുത് കേട്ടോ. അത് എടുത്തില്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ട്. തിരക്കുള്ള സമയത്ത് അവിടെ ഗെറ്റ് പാസ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് എൻട്രി കിട്ടില്ല. അപ്പോൾ പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അപ്പോൾ ഗെറ്റ് പാസ് എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ പോകുന്ന വഴിയിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചാണ് കേട്ടോ നമ്മൾ യാത്ര പോകുന്നത്. വനവാസകാലമായി വൈദേഹി പൂജയായി വനവാസകാലമായി രാമരാജധാനി വീണ്ടും ശൂന്യമായി വിമുഖയായി സരയൂ നദി. അപ്പോൾ സുഹൃത്തുക്കളെ, നാട്ടിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ചായ നമ്മളൊരു ഹാബിറ്റാണ് കേട്ടോ. അപ്പോൾ കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ അവരുടെ നല്ല ഫ്രഷ് എരുമപ്പാൽ കലക്കിയ ചായ കിട്ടും കേട്ടോ. നല്ല അടിപൊളി, നല്ല കുറുക്കിയിട്ടുള്ള നല്ല സ്ട്രോങ് ടീ ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ രാത്രിയാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. രാത്രി നമ്മൾ ഹോട്ടലിൽ തിരഞ്ഞൊക്കെ ഒരുപാട് നടന്ന്, അങ്ങനെ ഭയങ്കര മഞ്ഞുണ്ടായിരുന്നു, വണ്ടിയൊന്നും ഓടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മഞ്ഞ്. അങ്ങനെ നമ്മൾ booking.com വഴി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഓഫറിൽ അടിപൊളി ഒരു വില്ല കിട്ടി. ഈ വില്ലയുടെ പേരാണ് റിയ വുഡ് ഹൗസ് കൊടൈക്കനാൽ. നമ്മുടെ അടുത്ത് കോൺടാക്ട് നമ്പർ ഉണ്ട്. കോൺടാക്ട് നമ്പർ വേണ്ടവയിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ booking.com വഴി വില്ല ചൂസ് ചെയ്യുന്നവർക്ക് നല്ല കുറവിൽ വെച്ച് 2500 എത്രയാണ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി വേറെ എവിടേക്ക് യാത്രയൊന്നുമില്ല. നേരെ ഉറങ്ങുക, രാവിലെ എണീക്കുക, സ്ഥലങ്ങൾ കാണാൻ പോവുക. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ തന്നെ നമുക്ക് അവർ ഫുഡ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും. അവിടുത്തെ ഹോംലി ഫുഡാണ് കേട്ടോ. അവിടുത്തെ ആ ചങ്ങായിനെ കണ്ടില്ലേ, ആ ചങ്ങായി രാവിലെ തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് നമ്മൾ പോയിട്ടുള്ളത് അപ്പർ ലേക്ക് വ്യൂവിലാണ്. അപ്പർ ലേക്ക് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റൊന്നും വേണ്ട, താഴെ കാണുന്ന ലേക്കിൻ്റെ വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ പറ്റുക. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് അവിടെ നിന്ന് അപ്പർ ലേക്ക് വ്യൂ ആസ്വദിക്കാം. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ പോയത് സൂയിസൈഡ് പോയിന്റ്, ഗ്രീൻ വാലി എന്നറിയപ്പെടുന്ന സൂയിസൈഡ് പോയിൻ്റാണ് കേട്ടോ. കടകളുടെ നടുവിലൂടെ പോയി കഴിഞ്ഞാൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൂയിസൈഡ് പോയിൻ്റാണ്. അതിമനോഹരമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുള്ളത് പില്ലർ റോക്സ്. ഈ കവാടം കഴിഞ്ഞ് നേരെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ പില്ലർ റോക്സ് കാണാൻ കഴിയും. ഇതിൻ്റെ ഇടയിലാണ് ഈ ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗുണ കേവിലേക്കാണ്. കീപ് വാച്ചിങ് ഗൈസ്. നല്ല റഷ് ഉണ്ടായിരുന്നു. പ്രിഫറബിളി നമ്മൾ ഈ ഹോളിഡേ അല്ലാത്ത സമയങ്ങളിൽ പോയായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഞങ്ങൾ പോയന്ന് ഇഞ്ചിക്ക് നിൽക്കാൻ സ്ഥലമല്ല, അത്രയും നല്ല തിരക്കായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ ക്യൂവിലൊന്നും നിൽക്കാതെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. ഈ ഗുണ കേവ് ആക്ച്വലി പണ്ടറിയപ്പെട്ടിരുന്നത് ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു അത്രേ. പിന്നെ ആ മൂവി ഇറങ്ങിയതോടുകൂടി, കമലഹാസൻ്റെ ഗുണ മൂവി ഇറങ്ങിയതോടുകൂടി അവരതിൻ്റെ പേര് മാറ്റി ഗുണ കേവ് എന്നാക്കി. എല്ലാ കേവിലും ഗ്രില്ലിട്ടണം കേട്ടോ. അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രില്ലിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ കേവൊന്നും അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഒരുപാട് വേരുകളൊക്കെ നിറഞ്ഞ ഏരിയകൾ, പ്രകൃതി ഭംഗി, മരങ്ങൾ, അതിൻ്റെ ഇടയിലുള്ള യാത്രകൾ, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് സന്തോഷം നൽകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂസ് വരുന്നത്. അതിന് മേലെ ഒരു
ടവറുണ്ട്. ആ ടവറിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ വ്യൂ കുറച്ചും കൂടി ഭംഗിയായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഗുണ കേവിൻ്റെ ഉള്ളാണ് കേട്ടോ, ഗ്രില്ലിട്ട് അടിച്ചേക്കാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനോ ആ കേവിലൂടെ നടക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കേവ് നമുക്ക് കാണാൻ കഴിയില്ല. കേവ് ഇത്ര തന്നെ കാണാൻ കഴിയുള്ളൂ. കൂടുതൽ ഗുണ കേവിൽ എക്സ്പ്ലോറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ. പ്രിഫറബിൾ അല്ല ഗുണ കേവ് എന്ന് നമുക്ക് ഈ മൂവിയിലൊക്കെ നമുക്ക് ഇപ്പോൾ പോപ്പുലറായതുകൊണ്ട് നമുക്കൊന്ന് പോയി വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയാണ് ഗുണ കേവ്. ഫോണ് പോയാൽ പോട്ടെ. എന്താ ബഹളം നോക്കി നോക്കിയേ. നമുക്ക് പ്രത്യേകിച്ച് ആസ്വദിക്കാനൊന്നും കഴിയില്ല കേട്ടോ, അത്രയും തിരക്കാണ്. കാഴ്ചകളൊന്നും അങ്ങനെ വൃത്തിയിൽ കാണാൻ പറ്റാത്തൊരു രീതിയിലുള്ള തിരക്ക് അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുണ കേവ് ഗൈസ്. ഇത്രയൊക്കെ തന്നെയാണ് ഗുണ കേവിൽ കാണാനുള്ളൂ. അതുകൊണ്ട് ആളുകളൊക്കെ അങ്ങനെ വരിയായിട്ടാണ് പോകണം. അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ച് പോണവരാണ്. പക്ഷെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നുള്ള അവിടെ എത്തിയാലേ അറിയുള്ളൂ. നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കോക്കേസ് വാക്ക്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മലയുടെ ചെരുവിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലനിരകളും താഴ്വാരങ്ങളും നമുക്ക് ഈ കോക്കേസ് വാക്കിൽ കാണാൻ കഴിയും. പിന്നെ ഇവിടെ അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇത് കറക്റ്റ് നല്ല വ്യൂവിൽ കാണുന്നുണ്ടെങ്കിൽ ഇതാ മേലെ ടെലിസ്കോപ്പ് ഉണ്ട്, അവിടെ കയറിയിട്ട് കാണാവുന്നതാണ് ഗൈസ്. ഒരു പൈൻ ഫോറസ്റ്റ് വരുന്നുണ്ട്. പൈൻ മരങ്ങളാൽ വിപുലമായൊരു ഫോറസ്റ്റ്, പൈൻ ഫോറസ്റ്റ്. അവിടെ ഹോഴ്സ് റൈഡിങ്, പിന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാം, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഇതുള്ളത്. പിന്നെ ഒരു കുറച്ചൊരു സ്ഥലത്ത് റിലാക്സായി കുറേ അങ്ങോട്ട് നടന്നിട്ട് ഒരു എൻഡ് പോയി കഴിഞ്ഞ് ആളുകളൊന്നും ഇല്ലാത്തൊരു ഏരിയ പോയിട്ട് നമുക്ക് റിലാക്സായി കുറച്ച് സൊല്ലി സംസാരിച്ചിരിക്കാം. കപ്പിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോയിരുന്നിട്ട് കുറച്ച് സൊല്ലാൻ പറ്റിയ ഒരു സ്ഥലം വേണമെങ്കിൽ പറയാം പൈൻ ഫോറസ്റ്റ്. പിന്നെ ഇതിങ്ങനെ കുത്തനെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ വ്യൂസൊക്കെ സൂപ്പർബ് വ്യൂസ് കേട്ടോ, നല്ല രസമാണ് കാഴ്ചകളൊക്കെ. പിന്നെ ഇവിടെ പിന്നെ വിശാലമായതുകൊണ്ട് തന്നെ തിരക്ക് നമുക്ക് തോന്നില്ല കേട്ടോ, തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ഹോഴ്സിനൊക്കെ എത്ര എമൗണ്ട് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാനൊന്ന് പോയി അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. 200 2 പേർക്ക് 300. ഇത് വോയ പോയിൻ്റാണ്. ഇവിടെ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുക തക്കാളിച്ചോറുണ്ട്, പിന്നെ തൈര് സാദം, അങ്ങനെ കുറച്ച് അവിടുത്തെ ട്രെൻഡി വിഭവങ്ങൾ ഒക്കെ ടേസ്റ്റ് നോക്കി കേട്ടോ. ഈ വോയർ പോയിന്റിൽ കയറാനും ഉണ്ട് കേട്ടോ ചെറിയൊരു ടിക്കറ്റ് ചാർജ്. ആക്ച്വലി കൊടൈക്കനാലിലെ ചെറിയ വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ കയറണമെന്നുണ്ടെങ്കിലൊക്കെ ടിക്കറ്റ് അവർ ഈടാക്കുന്നുണ്ട്, 10 റിയാൽ 100 റിയാലൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഫോറസ്റ്റ് റൈഡ് ഉണ്ട്, അതിന് 200 റിയാലായിട്ടാണ്, 250 1 പേഴ്സൺ ആയിട്ടാണ് ചാർജ് വരുന്നത്. അവർ ഫോറസ്റ്റ് വണ്ടിയിൽ കാട്ടിനുള്ളിലൂടെ പോയി ചെറിയൊരു തടാകത്തിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങോട്ട് തിരിച്ചാക്കും. അതാണ് അവിടുത്തെ ഒരു ഫോറസ്റ്റ് റൈഡ്. പിന്നെ പോയിട്ടുള്ള റോസ് ഗാർഡനാണ്, പ്രത്യേകിച്ച് റോസൊന്നും ഇല്ലാത്തൊരു ഗാർഡൻ. ഇതിവിടെ ഉണ്ട് 19 റിയാൽ ചാർജ്. പ്രത്യേകിച്ച് അങ്ങനെ പൈസ കൊടുത്ത് കാണാനുള്ള ഏരിയ ഒന്നുമില്ല, ഒരു ലോകമാണ്. മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അധികം ആസ്വദിക്കാനൊന്നും ഈ റോസ് ഗാർഡനിലില്ല. പിന്നെ ക്യാഷ് കൊടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാ ഏരിയയിലും ഒന്ന് കണ്ടുവന്നു. അതിൻ്റെ ഇടയിൽ നല്ല ശക്തിയായ മഴയുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ നല്ല ചായ കിട്ടും. അവിടെ നിന്നൊരു ചായയും കുടിച്ച് തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോയത് ലേക്കിലേക്കാണ്. ഈ സൈക്കിൾ നമുക്ക് വാടകയ്ക്ക് കിട്ടും. അപ്പോൾ ഈ ലേക്ക് 4 പുറം ചുറ്റിക്കാണാനും ഒക്കെ ഈ സൈക്കിൾ ഉപകരിക്കും കേട്ടോ. അപ്പോൾ വാടകയ്ക്ക് വേണ്ടവർ അവിടെ ചെന്ന് സമീപിച്ച് കഴിഞ്ഞാൽ വാടകയ്ക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ റിയ വുഡ് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ളൊരു സൂയിസൈഡ് പോയിൻ്റാണ്. നല്ല കോട നിറഞ്ഞ നല്ല അടിപൊളി നല്ല വ്യൂ. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് ജീവിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവാം. ഈ ആവശ്യമില്ലാത്ത ഭാരമൊക്കെ എടുത്ത് തലയിൽ വെച്ചാല് മനസ്സും ശരീരവും ഒക്കെ അങ്ങ് സിക്കാവും. അങ്ങനെ നമ്മൾ രാത്രി ആകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചുരമിറങ്ങാനുള്ള പ്ലാനിൽ ചുരമിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അതിൻ്റെ ഇടയിൽ നമ്മൾ വാട്ടർഫാളൊക്കെ കാണാനിടയായി. അവിടെയുണ്ട് 10 റിയാൽ ഫീസ്. ആ വാട്ടർഫാളൊന്ന് അടുത്ത് പോയി കാണുന്നുണ്ടെങ്കിലും ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുളിമരങ്ങളാൽ നിറഞ്ഞ റോട്ടിലൂടെ നമ്മൾ വളരെ സ്പീഡിൽ തിരിച്ചു പോന്നു. അങ്ങനെ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് സമ്മാനിച്ചെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്